വിവാഹത്തെ പറ്റിയും ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റിയും അത് സംബന്ധമായി നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങളെയും പ്രത്യാശകളെ പറ്റിയും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിലെ ആശയങ്ങൾ അർത്ഥവത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് വളരെ താല്പര്യത്തോടെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദിയും ബഹുമാനവും ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. സത്യം അന്വേഷിക്കുകയും അറിയിക്കുകയുമാണ് നമ്മുടെ ലക്ഷ്യമെന്നതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത വേറൊരു സത്യമാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം. അങ്ങനെ നിരന്തരമായി അടിസ്ഥാന അനുഭവങ്ങളെപ്പറ്റി സത്യം അന്വേഷിക്കുന്ന സന്തോഷജനകമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറുവാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രത്യേകമായ അനുഗ്രഹമായി ഞാൻ വിലമതിക്കുന്നു. നിങ്ങളും അപ്രകാരമായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ നന്നേ ആഗ്രഹിക്കുന്ന സത്യം എന്താണ്? ഒരു പക്ഷേ കഴിഞ്ഞ വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുള്ള ചില ആളുകളുടെ മനസ്സിലെങ്കിലും ഞാൻ വിവാഹമെന്ന് പറയുന്ന ഈ ഒരു വ്യവസ്ഥിതിക്ക് എതിരാണോ എന്ന ചോദ്യം അല്ലെങ്കിൽ സംശയം കടന്നുകൂടുവാനിടയുണ്ട്. അതുകൊണ്ട് ആദ്യമേ ആ സംശയം ഞാൻ ദൂരീകരിക്കട്ടെ. വിവാഹം അതിലെന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് ഇരുന്നാലും അതിനോട് സമമായി വേറൊന്നുമില്ലാത്ത അതുല്യമായ ഒരു അവസ്ഥയും അനുഗ്രഹവുമാണ്. എന്നാൽ അതേസമയം തന്നെ എല്ലാവർക്കും ആ അനുഗ്രഹം പ്രാപിപ്പാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ സംശയമുണ്ട്. മനുഷ്യനായാൽ സ്ത്രീയാണ് പുരുഷനാണ്, വിവാഹം കഴിഞ്ഞിരിക്കണം എന്ന യാതൊരു നിയമവുമില്ല. എനിക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യതയുണ്ടോ, അർഹതയുണ്ടോ, ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആഗ്രഹത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സ്വയത്തോടുള്ള സത്യസന്ധതയിൽ, സ്വയത്തോട് നീതി പാലിക്കാനുള്ള താല്പര്യത്തിലുള്ള സത്യസന്ധതയിൽ വളരെ ആത്മാർത്ഥമായി ചിന്തിച്ച് ഉള്ളിൽ ഉറപ്പ് വരുത്താതെ ആരും ഈ വിവാഹവേദിയിലേക്ക് പ്രവേശിക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനിയും അതിനേക്കാളൊക്കെ അപ്പുറമായി ഞാൻ വളരെയധികം വിലമതിക്കുന്ന, ജീവിതത്തിൽ എല്ലാവർക്കും അർത്ഥവത്താക്കുവാൻ സാധ്യമാകുന്നതും അർത്ഥവത്താക്കിയാൽ വളരെയധികം അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതുമായ ഒരാശയമാണ് വിവാഹത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ സത്യമായി ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതെന്താണ്? ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് എന്നതുകൊണ്ട് അല്പ സമയത്തേക്ക്, ഒരു മിനിറ്റിലേക്ക് നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അവിടെ നാം കണ്ടത് സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ പലപ്പോഴും അസ്ഥാനത്താണ്. പ്രത്യേകിച്ച് പ്രേമിച്ച് കെട്ടി എന്ന ഒരവസ്ഥയിൽ എല്ലാവരും വിചാരിക്കുന്നത് ഈ പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും പ്രേമവിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പുരുഷനും സ്ത്രീയും അവർക്ക് സ്നേഹമെന്നാൽ എന്ത് എന്നതിനെപ്പറ്റി ഏതാണ്ട് ഗ്രാഹ്യമുണ്ട് എന്നതാണ്. എന്നാൽ അതും ലോകത്തിലെ ഏറ്റവും വലിയൊരു അബദ്ധമാണ്. ഈ ധാരണ വെറും നുണയാണ്, ഇതിനകത്ത് സത്യം അല്പം പോലുമില്ല. ആർക്കും തന്നെ സ്വാഭാവികമായി സ്നേഹമെന്നാൽ എന്താണ് എന്ന സത്യത്തിൽ അറിയുവാൻ സാധ്യമല്ല. സ്നേഹം എന്താണ് എന്നറിയണമെങ്കിൽ
അനുഭവത്തിൽ കൂടെ അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ സ്നേഹം എന്താണെന്ന് അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. ഇത് പൊതുവെ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഞാനത് അല്പം അതിൻ്റെ യുക്തി വിശദീകരിക്കട്ടെ. നമുക്കറിയാം, നാം ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ആ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങളെ നാം അറിഞ്ഞോ അറിയാതെയോ ഉൾക്കൊള്ളാറുണ്ട്. ഏതിനെപ്പറ്റിയും സമൂഹത്തിൽ നാം സൃഷ്ടിക്കാത്ത, എന്നാൽ നമുക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്ന ചില സങ്കല്പങ്ങൾ. നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഏതാണ്ട് 99% ഇങ്ങനെ തലമുറകളിൽ കൂടെ കൈമാറ്റം വന്ന് നമ്മളിൽ വന്ന് നിബന്ധിച്ച ചില സങ്കല്പങ്ങളുടെ ആകത്തുകയാണ്. ഇതൊന്നും നാം അറിഞ്ഞതോ അന്വേഷിച്ചതോ കണ്ടെത്തിയതോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവ്യക്തമായ ചില ധാരണകളായി ഇത് നിൽക്കുകയാണ്. അപ്പം സ്നേഹത്തെ പറ്റിയും ചില ധാരണകളുണ്ട്. ആ ധാരണകൾ എന്താണെന്നതിനെ പറ്റി വ്യക്തമായിട്ട് ആരും വിളിച്ച് പറയാറില്ല. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ഇളക്കമുണ്ട്. അത് സ്ത്രീ അത് പ്രതികരിക്കുന്നു, അതപ്പോൾ സ്നേഹമായി തീരുന്നു എന്ന് നാം പറയുന്നു. അത് ഏത് അർത്ഥത്തിലാണ് അത് സ്നേഹം ആകുന്നത്? നമുക്ക് ഇതിനെ കുറിക്കുന്ന പല വാക്കുകളുണ്ടല്ലോ. പ്രേമം എന്ന പദമുണ്ട്, സ്നേഹം എന്ന പദമുണ്ട്, അനുരാഗം എന്ന പദമുണ്ട്, മറ്റ് പല പദങ്ങളും കാണും. എനിക്ക് ഭാഷ വലിയ പാണ്ഡിത്യമില്ലാത്തത് കൊണ്ട് എൻ്റെ പരിമിതി നിങ്ങൾ ക്ഷമിക്കണം. ലോകത്തിലെ പല ഭാഷകളിലും, മിക്കവാറും എല്ലാ ഭാഷകളിലും സ്നേഹത്തെ സൂചിപ്പിക്കുന്ന പലവിധമായ വാക്കുകളുണ്ട്. കാരണം സ്നേഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, വീക്ഷണങ്ങൾ, ഓരോരുത്തരും അവരുടെ അവസ്ഥയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. അനുഭവങ്ങളുടെ വൈവിധ്യത്തിലാണ് ഭാഷ വികസിക്കുന്നത് തന്നെ. അതുകൊണ്ട് ന്യായമായും സ്നേഹമെന്ന ആശയത്തെ പരാമർശിക്കുന്ന, സ്പർശിക്കുന്ന പലവിധ വാക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, സ്നേഹമെന്ന ഈ വലിയ മൂല്യം, സാർവലൗകികമായ മൂല്യം എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹം തന്നെ എന്ന് വേദപുസ്തകം പറയുന്നു. അത്രമാത്രം പവിത്രവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു അനുഭവത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിലെത്രമാത്രം നാം വിജയിക്കുമെന്നത് ദൈവത്തിന് അറിയാം. നമ്മൾ ശ്രമിച്ചതാണ്. അപ്പോൾ നാം ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തെ അറിയുന്നത് യഥാർത്ഥത്തിൽ ശാരീരികമായ വികസനം, വളർച്ചയിൽ കൂടെയാണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. അതിനു മുമ്പ് മാതാപിതാക്കന്മാരോട് സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഉള്ളടക്കം വളരെ വ്യത്യസ്തമായിരുന്നു. എന്നാൽ ശരീരത്തിൻ്റെ വളർച്ച കൊണ്ട്, വികസനം കൊണ്ട്, ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് സ്നേഹത്തെ പറ്റിയുള്ള നമ്മുടെ അനുഭവവും ധാരണയും വലിയ മാറ്റത്തിന് വിധേയമാകുകയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഹോർമോണൽ ഡെഫിനിഷൻ ഓഫ് ലവ് എന്ന് പറയുന്നതിൽ അപാകതയുണ്ടാകുക. ശാരീരിക പ്രക്രിയകളുടെ കാഴ്ചപ്പാടിൽ കൂടെ സ്നേഹത്തെ വിവക്ഷിച്ചാൽ എന്താണോ അതാണ് സ്നേഹം. എന്നാൽ ലോകത്തെമ്പാടുമുള്ള അനുഭവങ്ങൾ ഒന്നുപോലെ യാതൊരു സംശയത്തിനും ഇടമില്ലാതെ നമ്മെ അറിയിക്കുന്ന കാര്യം, ഇത് സ്നേഹമാണ് എന്ന് പൊതുവെ ധരിക്കുന്നുവെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല. അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13-ാം അധ്യായം എല്ലാവർക്കും, ക്രിസ്ത്യാനികൾക്കും അക്രൈസ്തവർക്കും ഒന്നുപോലെ പരിചിതമാണ്. അത് സ്നേഹത്തെപ്പറ്റി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട്, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഇതിനെപ്പറ്റി ഡച്ച് ഫിലോസഫറായ ആയിരുന്ന സോറൻ കീർക്കെഗാർഡ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ മുൻപ് 1-2 വീഡിയോയിൽ അത് പരാമർശിച്ചതാണ്. ദ വർക്ക്സ് ഓഫ് ലവ്. സ്നേഹത്തെപ്പറ്റി നിങ്ങൾക്ക് വായിക്കാവുന്ന ഏറ്റവും മഹനീയമായ പുസ്തകങ്ങളിൽ ഒന്നാണ് ദ വർക്ക്സ് ഓഫ് ലവ് ബൈ സോറൻ കീർക്കെഗാർഡ്. അത് സമയമുണ്ടെങ്കിൽ നെറ്റിൽ നിന്നെടുത്ത് വായിക്കാം. അപ്പോൾ അവിടെ അദ്ദേഹം സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല എന്ന ഈ വാക്യം, അതായത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, അതിനെ കേന്ദ്രീകരിച്ച് വളരെ മനോഹരമായ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അവിടെ അദ്ദേഹം വ്യക്തമായി സർവ്വശക്തി ഉപയോഗിച്ച് പറയുന്നത്, മുതിർന്നു പോകുന്നത്
ഒരു കാലത്തും സ്നേഹമാകുന്നില്ല, അതൊരു കാലത്തും സ്നേഹമായിരുന്നില്ല. അത് സ്നേഹമാണ് എന്ന് സ്ത്രീയും പുരുഷനും തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംതിങ് എൽസ് വാസ് മിസ്റ്റേക്കൺ ഫോർ ലവ് എന്നാണ് അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. സംതിങ് അതർ ദാൻ ലവ് വാസ് മിസ്റ്റേക്കൺ ഫോർ ലവ്. കാരണം ഉതിർന്നു പോകുന്നതൊന്നും സ്നേഹമല്ല. അപ്പം എന്തുകൊണ്ടാണ് സ്നേഹം മുതിർന്നു പോകാത്തത് എന്ന് സോറൻ കീർക്കെഗാഡ് ശ്രദ്ധേയമായ പുസ്തകത്തിൽ മഹനീയമായി വർണ്ണിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സ്നേഹമെന്നത് ദൈവ സ്വഭാവത്തിൻ്റെ ആധികാരികതയാണ്. ഇറ്റ്സ് എ ക്വിൻറ്റസെൻസ് ഓഫ് ഡിവൈൻ നേച്ചർ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് യഥാർത്ഥ സ്നേഹം അറിയുകയും അതിൽ ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ അവൻ ദൈവത്തെ അറിയണം. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തെ അറിയുന്നതിൽ കൂടെയും സ്നേഹിക്കുന്നതിൽ കൂടെയും മാത്രമേ മനുഷ്യൻ സ്നേഹം എന്തെന്ന് പഠിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് സോറൻ കീർക്കെഗാഡ് ഏതാണ്ട് 170 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിനോട് യോജിക്കാം. കാരണം സ്നേഹം മുതിർന്നു പോകുകയില്ല എന്ന് പറയുമ്പോൾ, സ്നേഹം എക്കാലത്തും നിലനിൽക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെ നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനം വേണമല്ലോ. ഈ ലോകം എപ്പോഴും മാറ്റത്തിൻ്റെയും മറിച്ചിലുകളുടെയും ഇടമാണ് എന്ന് എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നു. ശ്രീ ബുദ്ധൻ പറഞ്ഞതുപോലെ ദി ഓൺലി കോൺസ്റ്റന്റ് ഇൻ ദ വേൾഡ് ഇസ് ചേഞ്ച്. ഈ ലോകത്തെപ്പറ്റി നമുക്ക് ആധികാരികമായി ഉറപ്പിച്ചു പറയാവുന്ന കാര്യം ഇവിടെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ അല്ല ഇന്ന്, ഇന്നല്ല നാളെ. നമ്മുടെ ശരീരം, മനസ്സ്, നമ്മുടെ വ്യക്തിത്വം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ മാറ്റമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ് എന്നാണ് കീർക്കെഗാഡ് പറയുന്നത്. അപ്പോൾ ആ ഒരു അടിത്തറയിൽ സ്ഥിതി ചെയ്തത് മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് മാത്രം ഉതിർന്നു പോകുകയില്ല. ലൗകികമായതെല്ലാം ഉതിർന്നു പോകും. ഉതിർന്നു പോകണമെന്നത് നിയമമാണ്, നിർബന്ധമാണ്. കാരണം ഈ ലോകം നശ്വരമാണ്. ഇവിടെ ആരംഭിച്ചത് അവസാനിച്ചേ മതിയാകുകയുള്ളൂ. ആരംഭം തൊട്ട് അവസാനം വരെയുള്ള യാത്രയുടെ പേരാണ് മാറ്റം മറിച്ചിൽ എന്നുള്ളത്. അതുകൊണ്ട് മാറിയും മറിഞ്ഞും മാത്രമാണ് ഈ ലോകം സ്ഥിതി ചെയ്യുന്നത്. ഈ ലോകത്തെ ആസ്പദമാക്കി നാം പടുത്തുയർത്തുന്ന സൗധങ്ങൾ മുഴുവനും പൊളിഞ്ഞു വീണേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ മരണത്തിന് ഇടയായിത്തീരുന്നത്. അങ്ങനെ മരണം അടക്കി ഭരിക്കുന്ന ലോക വ്യവസ്ഥിതിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നും സനാതനമായി നിലനിൽക്കുകയില്ല എന്നതാണ് ഫിലോസഫറായ കീർക്കെഗാഡിൻ്റെ അഭിപ്രായം. അതിനോട് വിയോജിക്കാൻ വളരെ പ്രയാസമാണ്. വിയോജിക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, വളർച്ചയിൽ കൂടെ കൗമാരാവസ്ഥയിൽ പ്രവേശിച്ച് പിന്നെ മുൻപോട്ട് പോയി യുവത്വത്തിലേക്കൊക്കെ വരുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളിൽ കൂടെ മനുഷ്യൻ സ്നേഹത്തെ അറിയുന്നു. അത് സ്നേഹമാണ് എന്നവൻ ധരിക്കുന്നു. ആ അവസ്ഥയിലാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഒരു പുരുഷനും സ്ത്രീയും വിവാഹ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് സ്നേഹത്തെ പറ്റിയുള്ള തികച്ചും അവ്യക്തമായ ചില ധാരണകളുടെ പിൻബലത്തിൽ മാത്രമാണ്. അവർ സ്നേഹത്തെ അറിയുന്നു എന്നത് ഒരു മിഥ്യയാണ്. സ്നേഹം എന്താണെന്ന് അവർ അന്വേഷിച്ചിട്ടില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ ശരീരത്തിൽ ചില പ്രക്രിയകൾ നടക്കുന്നു, അതിൻ്റെ സമ്മർദ്ദങ്ങൾ അവർ അനുഭവിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷെ അത് അറിവാണ് എന്ന് പറയുന്നത് ചില കടുത്ത കൈയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാം അല്പം ഇതിനെപ്പറ്റി മറ്റുള്ള സങ്കല്പങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് സ്വതന്ത്രമായി സത്യസന്ധമായി ചിന്തിച്ചാൽ ഞാൻ പറയുന്നതിനോട് ഒരു പക്ഷേ നിങ്ങൾ യോജിക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നാം വളരെ കൃത്യമായി മനസ്സിൽ കുറിക്കേണ്ടത്, ഒരു സ്ത്രീയും പുരുഷനും പരസ്പര സ്നേഹത്തിൽ എന്ന ധാരണയിൽ വിവാഹ വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വിവാഹത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പരസ്പര സ്നേഹത്തിൻ്റെ അങ്ങ് മൂർച്ഛന്യഭാവത്തിലാണ് ഇരിക്കുന്നത് എന്ന് തോന്നിയാലും, സത്യമായി പറഞ്ഞാൽ അവർക്ക് സ്നേഹം എന്താണ് എന്നറിയില്ല. കാരണം എന്താണ് എന്ന് ഞാൻ
കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പ്ലേറ്റോയുടെ ഫീഡ്രസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറയുന്നത് അത് സോക്രട്ടീസിന്റെ അഭിപ്രായമായിട്ട് പ്ലേറ്റോടെ രേഖപ്പെടുത്തിയിരിക്കുക. കഴിയുമെങ്കിൽ ആ പുസ്തകം വായിക്കുക. അദ്ദേഹം പറയുന്നത് ഭൗതികമായ, അതായത് മാംസജടിലമായ ഫ്ലഷ് സെൻറ്റേഡ്, ബോഡി സെൻറ്റേഡ് കാഴ്ചപ്പാടിൽ കൂടെ ആർക്കും ഒരിക്കലും യഥാർത്ഥ സ്നേഹത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ട്രൂ ലവ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കി യഥാർത്ഥ സ്നേഹത്തെ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ക്രിസ്തുവിന് മുൻപ് 400 വർഷങ്ങൾക്ക് മുൻപ് സോക്രട്ടീസ് പറഞ്ഞതായി പ്ലേറ്റോ ഞാൻ ഉദ്ധരിച്ച പുസ്തകത്തിൽ ഫീഡ്രസ് PHAEDRUS അതിൽ എഴുതിയിട്ടുണ്ട്. ചെറിയ പുസ്തകമാണ്, വായിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ പറയുന്ന സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ നിങ്ങളത് വായിക്കാം. അപ്പോൾ ആ അവസ്ഥയിൽ ഞങ്ങൾ വലിയ പ്രേമത്തിലാണ്, സ്നേഹത്തിലാണെന്നൊക്കെ പറയുന്നെങ്കിലും സ്നേഹം എന്താണെന്ന് അറിയാതെയാണ് പരസ്പരം സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കണമെങ്കിൽ സഭ നിഷ്കർഷിക്കുന്നത് പോലെ മാരേജ് കൗൺസിലിങ്ങിൽ അവർ പങ്കെടുക്കണം. അവർ പങ്കെടുത്തു എന്ന് കത്തനാർ സർട്ടിഫൈ ചെയ്തെങ്കിലേ അവർക്ക് പള്ളിക്കകത്ത് കല്യാണം കഴിക്കാനുള്ള യോഗ്യത ഉണ്ടാകത്തുള്ളൂ. ഇത് ഓർക്കുമ്പോൾ ഞാൻ ചിരിച്ച് മണ്ണുകപ്പാറുണ്ട്. കാരണം ഈ യുവതി യുവാക്കന്മാരെ ഗുണദോഷിക്കുന്ന ഈ കത്തനാർക്ക് ഈ നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ഇഷ്ടപ്പെട്ടും അറിയില്ല, ഒരു വിവരവും ഇല്ല. അപ്പോൾ അത് മറ്റൊരു വിഷയം. ഞാനത് സൂചിപ്പിക്കാൻ കാര്യം, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പരിചയമുള്ള യുവതി യുവാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആളെ കൂട്ടാനല്ല, ആർക്കെങ്കിലും അനുഗ്രഹം വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. അപ്പം അപ്പം നാം ആദ്യം മനസ്സിലാക്കേണ്ട സത്യം, ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യം മാത്രമാണ്. ഏത് പുരുഷനായിക്കൊള്ളട്ടെ, സ്ത്രീ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ, എന്നെപ്പോലുള്ള ആളുകളുടെ ജീവിതത്തിൽ, അതായത് പ്രായമുള്ള ആളുകളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു 40 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആരുടെയും ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം അച്ചട്ടാണ് എന്ന് ബോധ്യപ്പെടും. അതിനുശേഷം എന്ത് സംഭവിക്കും? അങ്ങനെ വേണ്ട വിവരമൊന്നുമില്ലാതെ ഒരു സുപ്രധാനമായ ആരംഭം കുറിച്ചു. വിവാഹവേദിയിലേക്ക് കാല് ചവിട്ടി വലിയ പ്രതീക്ഷകളോടെ, ആകാശമുട്ട പ്രതീക്ഷകളോടെ. അങ്ങനൊരു നമുക്കറിയാമല്ലോ, സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടാൽ സ്വർഗം നാണിക്കുന്നു, എന്നും സ്വർഗം നാണിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറുന്നത്. ഇത് പാടാൻ അറിയാമെങ്കിൽ ഞാൻ പാടിയത്. ഇതെൻ്റെ അഭിപ്രായം മാത്രമല്ല, കവികളും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആരംഭിക്കും. അങ്ങനെയുള്ള വലിയ പ്രതീക്ഷകൾ. ഞങ്ങളുടെ ഭവനം കണ്ടാൽ സ്വർഗം പോലും നാണിച്ചു പോകും. ദൈവത്തിന് പോലും എന്നെപ്പോലെ ഒന്ന് കെട്ടി ഒരു കുടുംബജീവിതമൊക്കെ നയിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം ഉണ്ടാകാത്ത വിധത്തിലുള്ള അത്ര മഹനീയമായ കുടുംബജീവിതം ഞങ്ങൾ നയിക്കും, ഞങ്ങൾ ധീരതയോടെ രംഗത്ത് മുന്നേറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രണ്ടുപേരും കൂടെ ഈ കളത്തിലിറങ്ങുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം പതുക്കെ തുമ്മൽ ആരംഭിക്കുന്നു, പനി തുടങ്ങുന്നു, ജ്വരമായി മാറുന്നു, പല ജീവിതം സംഘർഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പൊട്ടിത്തെറി ഉണ്ടാകുന്നു, അതിനേക്കാൾ വിഷമം ഉണ്ടാക്കുന്ന നിശബ്ദതയുണ്ടാകും. ഒരു ആശ്വാസം പ്രതീക്ഷിച്ച് കടന്നു വന്നിടത്ത് പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കുത്തി പടയെന്ന് പറഞ്ഞ പോലെ ഉള്ള അവസ്ഥയിൽ. അപ്പം ഇത് സംഭവിക്കുമ്പോൾ, ഇത് സംഭവിക്കാത്ത ആരുമില്ല, ഇത് അനുഭവിക്കാത്ത ആരുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോ, ഇതിലെ വളരെ മഹനീയമായ മറഞ്ഞു കിടക്കുന്ന സാധ്യത എന്താണെന്നോ ആരും ആരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോജനം വരാമാകുന്ന സാഹചര്യത്തിൽ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ദയവായിട്ട് എന്നെ അറിയിക്കുക. എന്താണ് പറയേണ്ടിയിരുന്നത്, എന്താണ് പറയാതിരുന്നത്, എന്താണ് ഇപ്പോഴും പറയാതിരിക്കുന്നത്, അതാണ് ഇനി എൻ്റെ വിഷയം. ഇങ്ങനെ ദൈവം നിശ്ചയിച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചു, സ്വർഗത്തിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്, ദൈവം കൂട്ടിച്ചേർത്തതിനെ ആരും വേർപിരിക്കരുത്, വീട് എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുന്നതിൻ്റെ ഇമ്പം എന്നൊക്കെ പറഞ്ഞ അർത്ഥമില്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ജൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ്? വീടിനകത്ത് അങ്ങോട്ട് കയറിയാൽ ശ്വാസം മുട്ടും, അതേ അവസ്ഥയാണ്. പക്ഷേ ഇതിനകത്തൊരു വലിയ ദൈവികമായ പദ്ധതി സ്ഥിതി ചെയ്യുന്നുവെന്ന് ആരും തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖത്തിന് ഒരു അറുതി വരുത്തുവാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന അന്വേഷണത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് അവരോടും പറയാനുള്ളത്, വിവാഹത്തിൽ പ്രവർത്തിക്കുന്ന ഏവരും ഈ തീച്ചൂളയിൽ കൂടെ കടന്നു പോയേ മതിയാകുകയുള്ളൂ. ശദ്രക്, മേശക്, അബേദ്നെഗോ നടന്നുപോയ 7 ഇരട്ടി ചൂട് കൂട്ടിയ തീച്ചൂളയിൽ കൂടെയാണ് വിവാഹ ജീവിതത്തിൽ ആളുകൾ നടന്നു പോകുന്നത്. എല്ലാവരുടെയും അനുഭവം അത് തന്നെയാണ്. ഇല്ലെന്ന് വേണേൽ നടിക്കാം, സത്യമായിട്ടത് പറയണത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു ശാപമല്ല, അതൊരു വലിയ പരിശീലനമാണ്, ട്രെയിനിങ് ആണ്. വാസ്തവത്തിൽ വിവാഹ ജീവിതം ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്, കുറഞ്ഞ പക്ഷം ഒരു വലിയ കോളേജാണ്. എന്താണ് സ്നേഹം എന്നാൽ എന്ത് എന്ന അനുഭവത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്ന ലോകത്തിലെ അതുല്യമായ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് വിവാഹ ജീവിതം എന്നത്. നാം ആരംഭിച്ചപ്പോൾ പരസ്പര സ്നേഹത്തിലാണ് എന്ന അടിസ്ഥാനരഹിതമായ സങ്കല്പത്തിലാണ് ആരംഭിച്ചത്. സ്നേഹം എന്താണെന്നതിനെപ്പറ്റി നമുക്ക് എട്ടും പൊട്ടും അറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ലോകത്തിൽ മനുഷ്യന് പ്രാപിക്കാവുന്ന ഏറ്റവും മഹനീയമായ അറിവ് സ്നേഹം എന്നാൽ എന്താണ് എന്നതാണ്. അതൊരു സാധാരണ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കാൻ സാധ്യമല്ല, 1000 പുസ്തകങ്ങൾ വായിച്ചാലും സാധ്യമല്ല. അത് ജീവിതത്തിൽ നിന്ന് മാത്രമേ പഠിക്കാൻ സാധ്യമാകുകയുള്ളൂ. പക്ഷേ ആ ജീവിതത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷുമല്ല, മലയാളവുമല്ല, സംസ്കൃതവുമല്ല, തമിഴുമല്ല, അതിൻ്റെ പേര് സഹനമെന്നാണ്, സഫറിങ് എന്നാണ്. അതല്ലാതെ പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ബന്ധത്തിൽ കൂടെ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകതുല്യമായ യാതന, അതിൽ അതിമനോഹരമായൊരു സാധ്യത ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിൽക്കുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന നിധി പോലെ അവിടെ ഇരിപ്പുണ്ട്. അതെന്താണ്? ഈ നരകതുല്യമായ അനുഭവത്തിൽ കൂടെ സ്ത്രീയും പുരുഷനും മുൻപോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നാം ആരംഭിക്കുന്നത് തെറ്റിദ്ധാരണയിൽ കൂടെയാണെങ്കിൽ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ച് ശരിയായ സത്യസന്ധമായ ധാരണയിലേക്ക് നമ്മെ വഴി നടത്തണമെങ്കിൽ അത് ഒന്ന് മരിച്ച് വീണ്ടും ജനിക്കുന്നതിന് തുല്യമാണ്, അത്ര പ്രയാസമുള്ള കാര്യമാണ് എന്നത് ആരും തിരിച്ചറിയുന്നില്ല. എന്നാൽ എല്ലാവരും തിരിച്ചറിയണം. ചിലരുടെ ജീവിതത്തിൽ ഇത് 1, 2, 3, 10 വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് അവർ തിരിച്ചറിഞ്ഞെന്നിരിക്കും. ചിലരുടെ ജീവിതത്തിൽ അത് 50 വർഷം എടുത്തെന്നിരിക്കും, 60 വർഷം എടുത്തെന്നിരിക്കും. ചിലരുടെ ജീവിതത്തിൽ, അനേകമാളുടെ ജീവിതത്തിൽ ഇത് തിരിച്ചറിയാതെ കുഴിയിൽ വീണ് അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം. ലോകത്തിലൊരു ദുരന്തമുണ്ടെങ്കിൽ, ഒരു ട്രാജഡി ഉണ്ടെങ്കിൽ, യഥാർത്ഥ സ്നേഹം എന്തെന്ന് തിരിച്ചറിയുവാൻ 50 വർഷം 60 വർഷം നല്ല നല്ല അവസരങ്ങൾ അനുദിനം ലഭിച്ചിട്ടും കണ്ണ് തുറക്കാൻ വിസമ്മതിച്ച് അന്ധരെ പോലെ നടന്ന് കുഴിയിൽ വീണ് അപ്രത്യക്ഷമാകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഈ സമയത്ത് ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ വാസ്തവത്തിൽ സംഭവിക്കേണ്ടത് എന്താണ്? പരസ്പര ബന്ധം അനുദിനം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്ന നരകതുല്യമായ അവസ്ഥ, അതിൽ കൂടെ സ്ത്രീയും പുരുഷനും തിരിച്ചറിയണം, ഞങ്ങൾ ഇതുവരെ താലോലിച്ച് വെച്ചിരുന്ന സ്നേഹത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ അസ്ഥാനത്താണ്. ഇതൊന്നും സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം മറ്റെന്തോ ആണ്. അതെന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയ
ആക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും, ആ യഥാർത്ഥ സ്നേഹത്തിലേക്ക് എനിക്ക് മുന്നേറണമെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടാകണം. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ്. ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ സുഖം, സൗകര്യം, ശരീരത്തിൻ്റെ ഭാഗമായ വൈകാരികമായ ഇക്കിളികൾ, ഇവയൊക്കെ കേന്ദ്രീകരിച്ചാണ്. ഉന്നതമായ ഒന്നിനെയും എനിക്ക് യഥാർത്ഥത്തിൽ താല്പര്യമില്ല. എല്ലാം സ്വാർത്ഥതയിൽ കൂടെയാണ് ഞാൻ കാണുന്നത്, സ്വയം, എല്ലാം സ്വന്തം. എന്നാൽ ഇതിനപ്പുറത്ത് വലിയൊരു ലോകമുണ്ട്, അത്ഭുതകരമായൊരു ലോകമുണ്ട്. ആ തലത്തിൽ വളരാൻ കഴിയുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സ്നേഹം, അതായത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒറ്റ അധ്യായം ഒരു വലിയ പുസ്തകത്തിനുള്ള ആശയമുണ്ട് എന്ന് സോറൻ കീർക്കെഗാഡിൻ്റെ ദ വർക്ക്സ് ഓഫ് ലവ് എന്ന പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു അവസ്ഥയിലേക്ക് സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തുവാൻ തക്കവണ്ണമാണ്, അതിനുവേണ്ടിയാണ് നമ്മെ ഈ വലിയ വലിയ നരകയാതനയിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നതാണ് പരമമായ സത്യം. പക്ഷേ അത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം, സമയം അതിക്രമിക്കുന്നത്. നമുക്കറിയാം, നെല്ലുണ്ട്, പതിരുണ്ട്. നെല്ല് വിതച്ചാൽ അത് കിളിച്ച് കളയായി അത് നട്ട് കൊയ്ത്തുണ്ടാകും. പതിര് വിതച്ചാലോ ഒന്നും ഉണ്ടാകുന്നില്ല. മനുഷ്യൻ്റെ വ്യക്തിത്വം പതിര് പോലെ ആയി തീർന്നാൽ അവനെ ഏതെല്ലാം സഹനത്തിൻ്റെ വഴിയെ കൂടെ നടത്തിയാലും അവൻ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, അവൻ പട്ടുപോകും. ശുദ്ധീകരണത്തിന് പകരം നശീകരണം സംഭവിക്കും. അവൻ ആത്മഹത്യ ചെയ്ത് കളയും, അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള സ്ത്രീയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ മോശമാണ്, ഒരു 30 വർഷം 40 വർഷം നരകമായിട്ട് ജീവിക്കും, ജീവിതം നരകമാക്കുക. ഇതല്ലാതെ അനുഭവത്തിൽ നിന്ന് പഠിക്കുകയോ അനുഭവ സത്യങ്ങൾ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി സ്വയത്തെ ഒന്ന് തിരുത്തി കുറച്ചുകൂടെ ഉന്നതമായ അനുഭവത്തിലേക്ക് ഒന്ന് ഉയരുവാൻ തക്കവണ്ണമുള്ള താല്പര്യമുള്ളിലില്ലാത്ത വ്യക്തികൾക്ക് ആജീവനാന്തം നരകതുല്യമായ അനുഭവങ്ങൾ ഉണ്ടായാലും പതിര് വിതയ്ക്കുന്നത് പോലെയാണ്, അതിൽ നിന്ന് നന്മ ഒന്നും തന്നെ ഉത്ഭവിക്കുകയില്ല എന്നത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. പിന്നെ ആകെപ്പാടെ ചെയ്യാവുന്നത്, ഇതൊന്നും അംഗീകരിക്കാതെ ഞങ്ങളെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ഇരിപ്പിരിക്കല്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കൂടെ മുൻപോട്ട് പോകുവാൻ സാധിക്കണം. അതിനുള്ള അന്വേഷണ ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.